ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സോ ഇതിൽ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം തന്നിട്ടുണ്ട്. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വരയ്ക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ക്രാങ്കിൻ്റെ ലെങ്ത്, കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്, ആംഗിള്, RPM, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഫിഗർ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് അങ്ങോട്ടാണോ ഇടത്തേക്കാണോ വലത്തേക്കാണോ വരയ്ക്കേണ്ടത്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ക്വസ്റ്റ്യനിൽ തന്നു എങ്കിൽ അതേ രീതിയിൽ തന്നെ വരയ്ക്കണം. ഇത് വരയ്ക്കാനുള്ളത് എളുപ്പമാണ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, ഒരു പോയിൻ്റ് എടുക്കുക, 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ OC എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. സോ 150 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് അതേപടി എക്സാക്ട്ലി സെയിം വാല്യൂ സ്കെയിലെടുത്ത് ബുക്കേ വരച്ചാൽ പടം ഒത്തിരി വലുതായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ സ്കെയിൽ ഡൗൺ ചെയ്യുക. 15 സെൻറ്റിമീറ്ററിനെ 1.5 സെൻറ്റിമീറ്റർ ആയിട്ട് സ്കെയിൽ ഡൗൺ ചെയ്ത് വരയ്ക്കുക. നെക്സ്റ്റ്, ഇവിടെ നിന്ന് ഒരു കോമ്പസിൽ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 60 മില്ലിമീറ്റർ, അതായത് 60 സെൻറ്റിമീറ്റർ. 60 സെൻറ്റിമീറ്ററിനെയും സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ആർക്ക് കട്ട് ചെയ്യുന്നത് ഈ ലൈനിലായിരിക്കണം ആർക്ക് കട്ട് ചെയ്യേണ്ടത്. സോ ഈ പോയിന്റ് നമുക്ക് കിട്ടും. ഇവിടെ ഒരു സ്ലൈഡർ വരയ്ക്കുക, ഹാച്ച് ചെയ്ത പോർഷൻസ് വരയ്ക്കുക, PC ജോയിൻ ചെയ്ത് കണക്റ്റിംഗ് റോഡ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വരയ്ക്കുന്നത്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം ഓൾറെഡി നമ്മളൊരു 2-3 പ്രോബ്ലം സിമിലർ ചെയ്തതാണ്. ഓക്കെ, ഇനി ക്രാങ്ക് സ്പീഡ് തന്നിട്ടുണ്ട്. അത് 300 RPM തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 300 RPM തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് റേഡിയൻസ് പെർ സെക്കൻഡിലാണ്. സോ RPM റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2πn/60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RPM റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് പിസ്റ്റൻ്റെ ആക്സിലറേഷനും, പിസ്റ്റൺ എന്ന് പറയുന്ന Pയുടെ ആക്സിലറേഷനും, ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് PC അല്ലെങ്കിൽ CPയുടെ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ, അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ വരയ്ക്കണം. ടേബിൾ വരച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. 0.15ഉം സ്ലൈഡർ Pയുടെ കേസിൽ അതിന് ഡയമെൻഷൻ്റെ ആവശ്യമില്ല. OR ഫിക്സഡ് ആയതുകൊണ്ട് എല്ലാം 0. ആംഗുലാർ വെലോസിറ്റി ഒമേഗ തന്നിട്ടുണ്ട്. അത് N ആയിരുന്നു. ആംഗുലാർ വെലോസിറ്റി ഒമേഗ തന്നിട്ടില്ല, N ആയിരുന്നു തന്നത്, 300 RPM. സോ അതിൽ നിന്ന് ഒമേഗ കണ്ടുപിടിക്കണം 2πn/60 ഉപയോഗിച്ച്. അതാണ് ഈ സ്റ്റെപ്പ്. അത് ടേബിളിൽ തന്നെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ വേറെ സെപ്പറേറ്റ് സ്റ്റെപ്പ് എഴുതണമെന്നൊന്നുമില്ല. ഇതേപോലെ തന്നെ ടേബിളിൻ്റെ അകത്ത് തന്നെ എഴുതിയാൽ മതി. കുറച്ച് ടേബിൾ വലുതായിരിക്കണമെന്നേ ഉള്ളൂ. സപ്പോസ് ടേബിളിൽ സ്ഥലമില്ല എങ്കിൽ ജസ്റ്റ് ഒമേഗ = 3.14 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി അതിനുശേഷം ലീനിയർ വെലോസിറ്റി VCO, ഒമേഗ CO × OC. ഒമേഗ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 3.14 മീറ്റർ പെർ സെക്കൻഡ്. OCയുടെ ലെങ്ത് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 0.15 മീറ്റർ. അത് വെച്ച് ലീനിയർ വെലോസിറ്റി ഓഫ് ലിങ്ക് OC കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്കിപ്പോൾ റേഡിയൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റും, ഇതിൽ റേഡിയൽ കമ്പോണൻറ്റ് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സാധനം തരേണ്ട ഒരു കാര്യം തന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഡയഗ്രാം വരയ്ക്കേണ്ട എല്ലാ പ്രോബ്ലത്തിലും ആംഗുലാർ ആക്സിലറേഷൻ, ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ തരേണ്ടതാണ്. തന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഡയഗ്രാം വരയ്ക്കാനേ പറ്റത്തില്ല. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആ പ്രോബ്ലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ഈ പ്രോബ്ലത്തിൽ ലിങ്കിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ഒരു ലിങ്ക് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അതല്ലാതെ ആംഗുലാർ ആക്സിലറേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും മറന്നു പോകരുത്. സപ്പോസ് ആംഗുലാർ ആക്സിലറേഷൻ തന്നിട്ടില്ല എങ്കിൽ ആൽഫ 0 ആണ് എന്ന് അസ്യൂം ചെയ്യുക. ആംഗുലാർ ആക്സിലറേഷൻ ഇല്ല, 0 ആണെന്ന് അസ്യൂം ചെയ്യുക. അത് എല്ലാ ലിങ്കിനും അല്ല, ഏതെങ്കിലും ഒരു ലിങ്ക്, മോസ്റ്റ്ലി ആദ്യത്തെ ലിങ്ക്, എല്ലാ വാല്യൂസും തന്നിട്ടുള്ള ആദ്യത്തെ ലിങ്കില്ലേ. ഇപ്പോൾ ഈ കേസിൽ ഇവിടെ OC ആണ്. OCയുടെ കേസിൽ ആംഗുലാർ വെലോസിറ്റിയും തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്തും എല്ലാം നമുക്കറിയാം. സോ ആ ലിങ്കിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ 0 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ആൽഫ 0 ആണ് എന്ന് അസ്യൂം ചെയ്യുക. അത് OCക്ക് മാത്രം ആൽഫ 0 ആണെന്ന് അസ്യൂം ചെയ്യുക. മറ്റൊരു ലിങ്കിനും ആൽഫ 0 ആണ് എന്ന് അസ്യൂം ചെയ്യരുത്. ഈ ഒരു ലിങ്കിന് മാത്രം ആൽഫ 0 ആണെന്നേ അസ്യൂം ചെയ്യാവുള്ളൂ.
അത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. സോ ആൽഫ 0 ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒ സിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ലിങ്കിൻ്റെ ലെങ്ത് ആണല്ലോ. സോ അപ്പോൾ ഒ സിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് അപ്പോൾ എന്തായിരിക്കും? 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ആൽഫ ഒ സി 0 ആണെന്ന് അസ്യൂം ചെയ്തു. ആൽഫ ഒ സി 0 ആയതുകൊണ്ട് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക. അടുത്തത് വെലോസിറ്റി ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ്. അടുത്തത് വെലോസിറ്റി ഡയഗ്രം വരയ്ക്കുക എന്നുള്ളൊരു സ്റ്റെപ്പാണ്. ഇത് ഓൾറെഡി നമ്മൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ വെലോസിറ്റി ഡയഗ്രം വരച്ചിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയാം, കുഴപ്പമൊന്നുമില്ല, കേട്ടിരുന്നാൽ മതി, പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ കോൺഫിഗറേഷൻ ഡയഗ്രം, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ കൊടുത്തത് കോൺഫിഗറേഷൻ ഡയഗ്രം. കോൺഫിഗറേഷൻ ഡയഗ്രത്തിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയാണ്? ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഒയും ആറും. സോ അതിനെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച്, ഇത് വെലോസിറ്റി ഡയഗ്രമാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് സ്മോൾ ലെറ്ററും ഡാഷ് വേണ്ട. ആക്സലറേഷൻ ഡയഗ്രത്തിലാണ് ഡാഷ് വരുന്നത്. സോ ഒരൊറ്റ പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്നും ലിങ്ക് ഒ സിയുടെ വെലോസിറ്റി വെക്ടർ, ലിങ്ക് ഒ സിയുടെ ആംഗുലാർ വെലോസിറ്റി നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ലിങ്ക് ഒ സിയുടെ വി ഒ സി എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ഓക്കെ, വി ഒ സി എന്ന് പറയുന്നത് 4.71 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഈ പോയിന്റിൽ നിന്നും ലിങ്ക് ഒ സിക്ക്, കോൺഫിഗറേഷൻ ഡയഗ്രത്തിലെ ലിങ്ക് ഒ സിക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ആ ലേസർ പോയിന്റർ നോക്കുക, ഇവിടെ നിന്ന് താഴേക്കും ഇവിടെ നിന്ന് മുകളിലേക്കും ആവാം. താഴേക്കാണോ മുകളിലേക്കാണോ നമുക്കറിയത്തില്ല, അത് തീരുമാനിക്കുന്നത് ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ്. ലിങ്ക് ഒ സിയുടെ ആംഗുലാർ വെലോസിറ്റി എങ്ങോട്ടാ? ഇങ്ങോട്ട്. സോ അപ്പോൾ ഒ സിയുടെ വെലോസിറ്റി വെക്ടർ എങ്ങോട്ടാ? മുകളിലേക്ക്. ഓക്കെ, ഇനി ഒ സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4.71 മീറ്റർ പെർ സെക്കൻഡ്. സോ അതിനെ ഒരു പ്രോപ്പർ സ്കെയിലിലേക്ക് മാറ്റുക. ഞാൻ യൂസ് ചെയ്യുന്നത് 4.71 മീറ്റർ പെർ സെക്കൻഡിനെ 4.7 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നിന്ന് ഈ ലൈനിൽ ഒരു 4.7 സെൻറ്റിമീറ്റർ എടുത്ത് ആരോ വരച്ചിടുന്നു. ഓക്കെ, ഇതാണ് വെലോസിറ്റി ഓഫ് ലിങ്ക് ഒ സി, വി സി ഒ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ പോയിന്റിൽ നിന്നും കണക്റ്റിംഗ് റോഡ് സി പിയുടെ വെലോസിറ്റി വെക്ടർ വരയ്ക്കണം. സോ സി പിയുടെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ ലിങ്ക് സി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ ഈ പോയിന്റിൽ നിന്നും ലിങ്ക് സി പിക്ക്, കോൺഫിഗറേഷൻ ഡയഗ്രത്തിലെ ലിങ്ക് സി പിക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ പെർപെൻഡിക്കുലർ മുകളിലേക്കും ആവാം താഴേക്കും ആവാം. അത് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നമുക്കറിയില്ല, കാരണം അത് തീരുമാനിക്കുന്നത്, ആ സെൻസ് തീരുമാനിക്കുന്നത് എന്താ? ആംഗുലാർ വെലോസിറ്റിയാണ്, സി പിയുടെ ആംഗുലാർ വെലോസിറ്റിയാണ്. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് മുകളിലേക്കും താഴേക്കും വരച്ചിട്ടു. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് വി സി പി ഓർ വി പി സി, വി സി പി ഓർ വി പി സി, അതാണ് ഈ ഡോട്ടഡ് ലൈൻ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റക്കായി, നമുക്കിങ്ങനൊരു ഇതിലൊരു ഡയമെൻഷനോ ഡയറക്ഷനോ ഒന്നും നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റക്കായി. ഇനി നമുക്ക് ഈ ലൈനിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ച് എങ്ങോട്ട് പോകണം? സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിങ്കും കൂടെ മിച്ചമുണ്ട്. ഏതാണത്? സ്ലൈഡർ പി. സോ ആ പോയിന്റിൽ നിന്നും സ്ലൈഡർ പിയുടെ വെലോസിറ്റി വെക്ടർ വരയ്ക്കണം. സോ സ്ലൈഡറിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഡയറക്ഷന് പാരലൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് വെച്ചൊരു സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. സോ ഈ പോയിന്റിൽ നിന്നും സ്ലൈഡറിൻ്റെ സ്ലൈഡിംഗ് ഡയറക്ഷൻ ഒരു പാരലൽ വരയ്ക്കുക. അത് ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കുക. കാരണം പാരലൽ എന്ന് പറയുമ്പോൾ അത് ഇവിടുന്ന് ഇങ്ങോട്ടും ആവാം, ഇവിടുന്ന് ഇങ്ങോട്ടും ആവാം നമുക്ക്. സോ ഒരു ഡോട്ടഡ് ലൈന് നേരെ അങ്ങ് വരച്ചു വിട്ടു. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് വി പി, വെലോസിറ്റി ഓഫ് സ്ലൈഡർ പി, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഇത്. അപ്പോൾ നോക്കിയേ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് സ്ലൈഡറും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് സി പിയും കൂടെ മീറ്റ് ചെയ്യുന്നത് എങ്ങോട്ട് വരച്ചപ്പോഴാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചപ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചപ്പോഴും അല്ലേ മീറ്റ് ചെയ്തത്, അല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചപ്പോൾ അത് മീറ്റ് ചെയ്തോ? ഇല്ല. സോ ആ ഡയറക്ഷനുകളിലേക്ക് ആരോ ഇടുക. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം ഓൾറെഡി നമ്മൾ സെയിം ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സോ ആരോ ഇട്ടു, അതിന് പി എന്ന് പേര് കൊടുത്തു. ഇനി ഒന്നുമില്ല, ഡയറക്റ്റ്ലി മെഷർ ചെയ്യുക. വാല്യൂസ് ഡയറക്റ്റ്ലി മെഷർ ചെയ്യുന്നു. വി ഒ സി നമുക്കറിയാം. ഈ ഫിഗറിൽ നിന്ന് വി ഒ സി നമ്മൾ എങ്ങനെയാണ് വരച്ചത്? 4.71 മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ 4.7 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തായിരുന്നു വരച്ചത്. സോ ഇനി റിവേഴ്സ് സ്കെയിൽ ചെയ്യണം. വി സി പി അല്ലെങ്കിൽ വി പി സി മെഷർ ചെയ്യണം. വി സി പി അല്ലെങ്കിൽ വി പി സി മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.4 സെൻറ്റിമീറ്റർ കിട്ടും. 3.4 സെൻറ്റിമീറ്റർ. സോ അപ്പോൾ ഇതിനെ റിവേഴ്സ് സ്കെയിൽ ചെയ്യുമ്പോഴത്തേനും വി സി പി അല്ലെങ്കിൽ വി പി സി എന്ന് പറയുന്നത് എത്രയാണ്? 3.4 മീറ്റർ പെർ സെക്കൻഡ്.
സിമിലർലി വി പി മെഷർ ചെയ്യുക. വി പി മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതിനെ റിവേഴ്സ് സ്കെയിൽ ചെയ്യുമ്പോൾ വി പി എന്ന് പറയുന്നത് 3.9 മീറ്റർ പെർ സെക്കൻഡ്. ഈ വി പി ആണ് സ്ലൈഡറിൻ്റെ വെലോസിറ്റി. ഈ വി പി എന്ന് പറയുന്ന ഈ വെക്ടറാണ് സ്ലൈഡറിൻ്റെ വെലോസിറ്റി. ഓക്കെ, ഇതോടുകൂടി വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുന്നത് കഴിഞ്ഞു. ഇതാ പെട്ടെന്ന് പറയാൻ കാരണം ഓൾറെഡി നമ്മളിത് എടുത്തതാണ്. നിങ്ങൾ പേജ് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലങ്ങൾ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് മൊഡ്യൂൾ ചെയ്ത പ്രോബ്ലം നോക്കുവാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇനി ഈ വെലോസിറ്റി ഡയഗ്രത്തിൽ നിന്ന് കിട്ടിയ വാല്യൂസും അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂസും എല്ലാം നമ്മളുടെ ടേബിളിലേക്ക് ഫില്ല് ചെയ്യാം. സോ വെലോസിറ്റി ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആയിരുന്നു വി സി പി അല്ലെങ്കിൽ വി പി സി എന്ന് പറയുന്നത് 3.4 മീറ്റർ പെർ സെക്കൻഡും വി പി എന്ന് പറയുന്നത് 3.9 മീറ്റർ പെർ സെക്കൻഡും. ഓക്കെ, സോ ഇത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് ഏതാ, നമ്മളുടെ റേഡിയൽ കമ്പോണൻറ്റുകൾ അതെല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ലീനിയർ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? ലീനിയർ വെലോസിറ്റി എന്താ? ലീനിയർ വെലോസിറ്റി V R ഒമേഗ. ആർ എന്ന് പറയുന്നത് ആ ലിങ്കിൻ്റെ ലെങ്ത്, ഒമേഗ എന്ന് പറയുന്നത് ആ ലിങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി. സോ ലീനിയർ വെലോസിറ്റി എത്രയാണ് നമുക്ക് ഓൾറെഡി കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ലിങ്കിൻ്റെ ലെങ്ത് ഇൻറ്റു ആ ലിങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി. ആ ലിങ്കിൻ്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 0.6 മീറ്റർ. സോ തിരിച്ച് ഒമേഗ കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിലെ വെലോസിറ്റി അനാലിസിസ് പ്രോബ്ലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെ ഇതും കിട്ടും, ഇത് കിട്ടും. ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ റേഡിയൽ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ഏത് ലിങ്കിൻ്റെ? റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ലിങ്ക് സി പി, കണക്റ്റിംഗ് റോഡിൻ്റെ റേഡിയൽ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ v² CP/CP. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒമേഗ സ്ക്വയർ CP ഇൻറ്റു CP ഉണ്ട്, v² CP/CP ഉണ്ട്. രണ്ടിൽ ഏത് വേണമെന്ന് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ v² CP എന്ന് പറയുന്നത് 3.4 the whole square divided by 0.6 ചെയ്യുമ്പോൾ 19.26 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതിൻ്റെ റേഡിയൽ കമ്പോണൻറ്റ്, സി പിയുടെ റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 19.26 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അത് കണ്ടുപിടിച്ച് വെക്കുക. അടുത്തത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം അതിന് ആൽഫ അറിയണം. ആൽഫ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. സോ അത് ബ്ലാങ്ക് ആയിട്ട് ഇടുക. ഇനി അടുത്തത്, അത് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതുവരെ നിങ്ങൾ ചെയ്തതെല്ലാം ഒന്നുമില്ലെങ്കിൽ വെലോസിറ്റി ഒക്കെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ചെയ്തു. ഇപ്പോൾ ഈ കണ്ടുപിടിച്ച റേഡിയൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റും എല്ലാം ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്തതാണ്. ഈ പ്രോബ്ലത്തിൻ്റെ ഈ പ്രോബ്ലത്തിൽ പുതുതായിട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള സ്ലൈഡറിന്, ഇത് ശ്രദ്ധിച്ചോണം, സ്ലൈഡറിന് റേഡിയൽ കമ്പോണൻറ്റും ഇല്ല, ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇല്ല. കാരണം സ്ലൈഡറിനെ നമ്മളുടെ ലിങ്കിൻ്റെ, അതായത് ബൈനറി ലിങ്കുകളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. ഒരു രീതിയിൽ നമുക്കതിനെ ആ ബൈനറി ലിങ്കിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് റേഡിയൽ കമ്പോണൻറ്റും ഇല്ല, ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇല്ല. ആക്സലറേഷൻ ഉണ്ട്, പക്ഷേ ഈ റേഡിയൽ കമ്പോണൻറ്റ് ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റിൻ്റെ പരിപാടി ഇതിനില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് വട്ടമിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇല്ല, റേഡിയൽ കമ്പോണൻറ്റും ഇല്ല, ഇത് മറക്കരുത്. ഓക്കെ, ശരി. സോ ഇനി നമുക്ക് ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കാം. ഇത് എളുപ്പമാണ് കേട്ടോ. ആക്സലറേഷൻ ഡയഗ്രാം ഇത് കമ്പാരിറ്റീവ്ലി ഇന്നലെ പഠിപ്പിച്ച ആക്സലറേഷൻ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. കാരണം ആൽഫ സീറോ അല്ലേ, അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാൻ കോൺഫിഗറേഷൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, കോൺഫിഗറേഷൻ ഡയഗ്രത്തിലെ ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഒയും ആറും. മേ ബി നിങ്ങൾക്ക് ഇത് ചെറുതായിട്ടായിരിക്കും തോന്നുക, കാരണം എനിക്ക് ഇപ്പോൾ ഇത് വലുതാക്കി കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡയഗ്രാം ചെറുതായിപ്പോൾ. അതുകൊണ്ടാണ് ഇത് ചെറുതാക്കിയും ഇത് വലുതാക്കിയും ഇട്ടത്. നമുക്ക് ഇതിനാണ്, ആക്സലറേഷൻ ഡയഗ്രത്തിനാണ് ഇമ്പോർട്ടൻസ്. കോൺഫിഗറേഷൻ ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നാൽ മതി, അതല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിലേക്ക് വരച്ചെടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഈ കോൺഫിഗറേഷൻ ഡയഗ്രത്തിലെ ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയാണത്? ഒയും ആറും. അതിനെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച്, ഡാഷുകൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ പോയിന്റിൽ നിന്നും ലിങ്ക് OCയുടെ റേഡിയൽ കമ്പോണൻറ്റ് വരയ്ക്കുക. ആദ്യമേ റേഡിയൽ കമ്പോണൻറ്റ് വരയ്ക്കുക. സോ ഇതിവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വരയ്ക്കേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിലേക്ക് ഡോട്ട് ഇടുക, താഴേക്കും ഡോട്ട് ഇടുക. ഇനി റേഡിയൽ കമ്പോണൻറ്റിൻ്റെ സെൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പറഞ്ഞോടാ.
സ്ക്രീൻ കാണുന്നില്ലേ? ഇതിൽ ഇത് വരയ്ക്കുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ലിങ്കിൻ്റെ പേരുകൾ ഓയും ആറും ഒരു പോയിൻ്റായിട്ട് ഇട്ടു. അതാണ് ഈ പോയിന്റ്. ഇവിടെ നിന്ന് ലിങ്ക് ഒ സിയുടെ ആക്സിലറേഷൻ്റെ കമ്പോണൻറ്റുകൾ വരയ്ക്കണം. ആദ്യമേ റേഡിയൽ കമ്പോണൻറ്റ് വരയ്ക്കണം. സോ റേഡിയൽ കമ്പോണൻറ്റ് വരയ്ക്കാൻ ഈ പോയിന്റിൽ നിന്നും ലിങ്ക് ഒ സിക്ക് ഒരു പാരലൽ വരയ്ക്കുക. സോ ഈ പോയിന്റിൽ നിന്നും ഒ സിക്ക് ഒരു പാരലൽ, അത് മുകളിലേക്കും താഴേക്കും വരയ്ക്കുക. മുകളിലേക്കുള്ള ഞാൻ കാണിച്ചിട്ടില്ല, താഴേക്കും വരയ്ക്കുക. ഇനി മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് തീരുമാനിക്കുന്നത് ലിങ്ക് ഒ സിയുടെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ആണ്. ഞാൻ പറയാവുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഇപ്പോൾ ഇവിടെ സൈഡിൽ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റിയിൽ ഒരു ഇഷ്യൂ വരുമായിരിക്കും. ഒരു മിനിറ്റ്. നല്ല മഴയാണ്, ഓഡിയോ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് കേൾക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. രണ്ടും ചെയ്തു, ഇങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. സോ നമ്മളിപ്പോൾ ഇവിടെ റേഡിയൽ കമ്പോണൻറ്റിൻ്റെ സെൻസ് എന്ന് പറയുന്നത് താഴേക്കാണ്. നമ്മൾ മുകളിലേക്ക് വരച്ചാൽ നമുക്ക് ആവശ്യമില്ല, താഴേക്ക് മതി. കാരണം എന്താ, ഇതിൻ്റെ ലിങ്ക് ഒ സിയുടെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഓയിലേക്കാണ്. ഓ എന്ന് പറയുന്നത് എവിടെ, താഴെയായിരിക്കുന്നത്. സോ താഴേക്ക് വരച്ചു. ഇനി അടുത്തത് എന്താ, ലിങ്ക് ഒ സിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വരയ്ക്കണം. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വരയ്ക്കുമ്പോൾ ലിങ്ക് ഒ സിക്ക് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ, നമ്മളുടെ അസംഷൻ, നമ്മൾ അസ്യൂം ചെയ്തിരുന്നു ലിങ്ക് ഒ സിയുടെ ആൽഫ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ആൽഫ 0 ആണെങ്കിൽ ടാൻജൻഷ്യൽ കമ്പോണൻറ്റും 0 ആണ്. അപ്പം ഇൻ എഫക്റ്റ് ലിങ്ക് ഒ സിയുടെ ആക്സിലറേഷന് ഒരൊറ്റ കമ്പോണൻറ്റേ ഉള്ളൂ. അതേതാ, ഈ റേഡിയൽ കമ്പോണൻറ്റും മാത്രമേ ഉള്ളൂ. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഇല്ല. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ റേഡിയൽ കമ്പോണൻറ്റ് തന്നെയാണ് ലിങ്ക് ഒ സിയുടെ റിസൾട്ടൻ്റ്. അതുകൊണ്ടാണ് ഇതിവിടെ ഡാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കമ്പോണൻറ്റുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ഇട്ടേ വരയ്ക്കത്തുള്ളൂ. പക്ഷേ ഇത് ഡാർക്ക് ആവാൻ കാരണം നമ്മൾ ആദ്യമേ ഡോട്ടഡ് ഇട്ട് വരയ്ക്കും. ഇതിൻ്റെ അടിയിൽ ഡോട്ടഡ് ഉണ്ട്, ഞാൻ ഡാർക്ക് വരച്ചപ്പോൾ അത് കാണാതെ പോയതാണ്. സോ ഡോട്ടഡ് ഇട്ട് ആദ്യമേ നമ്മൾ വരയ്ക്കും. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഇല്ല എന്ന് അറിയുമ്പോഴേ അത് ഡാർക്ക് ആക്കിക്കോണം. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതേ നോക്കിയേ, ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ഒ സി ARCO എന്ന് പറയുന്നത് ആ ലിങ്കിൻ്റെ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ തന്നെയാണ്. അതാണ് ACO എന്ന് എഴുതിയിരിക്കുന്നത്. As linked OC does not have any tangential component of acceleration, the radial component is also the resultant acceleration. അത് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പുതുമയാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ പോയിന്റ് കിട്ടി. ഈ പോയിന്റിന് ഇപ്പോൾ പേരിടണം. ഏതാണ് ഇത്, ഏത് ലിങ്കിൻ്റെ ആക്സിലറേഷൻ്റെ കമ്പോണൻറ്റാ? സിയുടെയാണ്. സിയുടെ ഒ സിയുടെ ആക്സിലറേഷൻ്റെ കമ്പോണൻ്റാണ്. സോ ഇനി ഇവിടെ പേരിടുക, C' എന്ന് പേരിട്ടു. അടുത്ത് നമ്മൾ വരയ്ക്കുന്നത് CP എന്ന് പറയുന്ന കണക്റ്റിംഗ് റോഡിൻ്റെ ആക്സലറേഷൻ്റെ കമ്പോണൻ്റാണ് വരയ്ക്കാൻ പോകുന്നത്. സോ CPക്ക് ഈ പോയിന്റിൽ നിന്നും ഫസ്റ്റ് നമ്മൾ റേഡിയൽ കമ്പോണൻ്റാണ് വരയ്ക്കുന്നത്. കോൺഫിഗറേഷൻ ഡയഗ്രത്തിലെ CPക്ക് ഒരു പാരലൽ വരയ്ക്കുക. പാരലൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആവാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആവാം. ഇങ്ങോട്ടാണോ എന്ന് തീരുമാനിക്കുന്നത് ലിങ്ക് CPയുടെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, CPക്ക് ഏതാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാവരും P സെലക്ട് ചെയ്യും, പക്ഷേ P അല്ല കേട്ടോ, C ആണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ മെക്കാനിസത്തിൽ മോഷൻ വരുന്നത്, ഞാൻ ഈ ലേസർ പോകുന്ന ഡയറക്ഷൻ നോക്കിക്കൊള്ളുക, ഈ ലിങ്കിൽ നിന്ന് ഈ ലിങ്കിലേക്ക് വന്ന് പിന്നെ ഇവിടെയാണ് മോഷൻ വരുന്നത്. സോ അങ്ങനെ മോഷൻ വരുന്ന കേസിൽ അങ്ങനെ എവിടെ നിന്നാണോ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ലിങ്കിൻ്റെ 2 പോയിന്റുകളും മൂവിങ് ആണെങ്കിൽ ആ ലിങ്കിൻ്റെ ഏതാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൂവ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ആ മൂവ്മെൻറ്റ് വരുന്ന ആ പാത്തിൽ ഏറ്റവും ആദ്യമേ ഉള്ള പോയിന്റ് ഏതാണോ അതായിരിക്കും സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഈ കേസിൽ ഇതിങ്ങനെ ആയിരിക്കും മൂവ്മെൻറ്റ് വരിക. സോ C അല്ലേ ആദ്യമേ ഉള്ള പോയിന്റ്, അതാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. സോ അങ്ങോട്ടേക്കാണ് ആരോ, C വലതുവശത്തായതുകൊണ്ട് വലതുവശത്തേക്ക് ആരോ ഇട്ടു. റേഡിയൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, 19.26 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ ഇത്
റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് OC 147.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. അത് നമുക്ക് 147.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ 147 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു അളവുണ്ട് 14.7 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കാം. അതുകൊണ്ടാണ് ഇത് ഇത്രയും നീളം. ഇത് ശരിക്കും ഫുൾ സ്കെയിൽ, അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ 14.7 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച ഫിഗറാണ്, കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അപ്പോൾ അത് 147.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ 14.7 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് CP 19.26നെ അപ്പോൾ എത്രയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം? 147നെ 14 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. 147 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ 14 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തെങ്കിൽ 19.26 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ 1.9 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രോപ്പർ സ്കെയിലിൽ വരച്ചതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർ സ്കെയിലിൽ വരച്ചതാണ്. ഓക്കെ, വരച്ചു, ആരോ ഇട്ടു, ഈ പോയിന്റ് കിട്ടി. ഈ പോയിന്റ് നിങ്ങൾക്ക് ആർബിട്രറി വേണേൽ പേര് വല്ലതും കൊടുക്കാം കേട്ടോ, എക്സോ വൈയോ ഇസഡെന്നോ പേര് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ലിങ്ക് CPയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വരയ്ക്കണം. സോ നമുക്ക് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വരയ്ക്കാൻ ആ കോളം ബ്ലാങ്ക് ആണ്. കാരണം എന്താ? ആൽഫ നമുക്ക് അറിയത്തില്ല. പക്ഷേ നമുക്ക് ടാൻജൻഷ്യൽ കമ്പോണൻറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. എന്താ? റേഡിയൽ കമ്പോണൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആണെന്ന് അറിയാം. സോ ഈ പോയിന്റിൽ നിന്ന് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് വരയ്ക്കുക. എങ്ങനെ വരയ്ക്കണം? ഈ റേഡിയൽ കമ്പോണൻറ്റ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അങ്ങോട്ടും വരയ്ക്കണം, ഇങ്ങോട്ടും വരയ്ക്കണം. രണ്ട് ഡയറക്ഷനിലേക്കും വരച്ചിടണം. നമുക്കറിയില്ല താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് നമുക്കറിയാത്തതുകൊണ്ട് രണ്ട് ഡയറക്ഷനിലും വരയ്ക്കണം. പേരെഴുതിയിടുക, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് CP. സോ നമ്മൾ സ്റ്റക്കായി. ഇനി നമുക്കറിയില്ല ഇനി ഇത് എങ്ങോട്ട് പോകണം നമുക്കറിയാൻ മേല. അപ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിച്ചു വരണം? സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഒരു ലിങ്കും കൂടെ മിച്ചമുണ്ട്. ഏതാ അത്? സ്ലൈഡർ എന്ന് പറയുന്ന ഒരു ലിങ്കും കൂടെ മിച്ചമുണ്ട്. സ്ലൈഡറിൻ്റെ ആക്സിലറേഷൻ അത് ഈ പ്രോബ്ലത്തിലെ അടുത്ത പുതുമയാണ്. ഞാൻ നേരത്തെ ഓൾറെഡി ഒന്ന് സൂചിപ്പിച്ചു. സ്ലൈഡറിന് റേഡിയൽ കമ്പോണൻറ്റും ഇല്ല, ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇല്ല, പക്ഷേ ആക്സിലറേഷൻ ഉണ്ട്. ബാക്കിയുള്ള ലിങ്കുകളെ പോലെ നമുക്ക് ഇതിനെ റേഡിയൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആക്സിലറേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സ്ലൈഡറിൻ്റെ സ്ലൈഡിങ് ഡയറക്ഷൻ ഏതാ? അത് ഹൊറിസോണ്ടൽ. അതിനൊരു പാരൽ വരയ്ക്കുക. നമ്മൾ വെലോസിറ്റി വരയ്ക്കുന്ന പോലെ തന്നെ അതിനൊരു പാരൽ ഇങ്ങോട്ടും വരയ്ക്കുക, ഇങ്ങോട്ടും വരയ്ക്കുക. സോ നോക്കിയേ, വരച്ച പേര് എഴുതിയിട്ടോ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് AP എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ സ്ലൈഡറാണ്. AP ഈസ് ദ ആക്സിലറേഷൻ ഓഫ് സ്ലൈഡർ. P ഈസ് എ സ്ലൈഡർ. It does not have a radial component or tangential component of acceleration. Acceleration of slider acts along the sliding direction. ഇതാണ് ഈ പ്രോബ്ലത്തിലെ പുതുമ. അത് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, PPTയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, സ്ലൈഡറിൻ്റെ സ്ലൈഡിങ് ഡയറക്ഷനും CPയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? ഇതല്ലേ? അല്ല, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചിരുന്നെങ്കിലോ അത് മീറ്റ് ചെയ്യുമായിരുന്നോ? ഇല്ല. ഇവ തമ്മിൽ മീറ്റ് ചെയ്തത് ഇവിടുന്ന് മുകളിലേക്ക് വരച്ചപ്പോഴും ഇവിടെ നിന്ന് വലത്തേക്ക് വരച്ചപ്പോഴുമാണ്. സോ ആ പോയിന്റ് ഇനി നമുക്കിപ്പം നോക്കിയേ, ഇത് C' നമുക്ക് കിട്ടിയായിരുന്നു. ഇനിയിപ്പം മിച്ചം ഏതാ ഉള്ളത്? P മാത്രമേ ഉള്ളൂ. അതവിടെ P' എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് P' എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി ശ്രദ്ധിച്ചോളുക, CPയുടെ റേഡിയൽ കമ്പോണൻറ്റുമായി ടാൻജൻഷ്യൽ കമ്പോണൻറ്റുമായി. അപ്പോൾ റിസൾട്ടൻ്റ് ഏതാ? ഇന്നലെ പറഞ്ഞ അതേ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. CP ഇങ്ങോട്ട്, റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് CP ഇങ്ങോട്ട്, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് CP ഇങ്ങോട്ട്. അപ്പോൾ റിസൾട്ടൻ്റ് എങ്ങോട്ടാ? ഇങ്ങനെ. സിമിലർലി ഇത് സ്ലൈഡറിൻ്റെ ആക്സിലറേഷനാണ്. ഡാർക്കൻ ചെയ്ത് വരയ്ക്കുക. ആരോ ഇങ്ങോട്ടിടാൻ കാരണം എന്താ? നമ്മൾക്ക് ഇങ്ങോട്ട് വരച്ചപ്പോഴാണ് ഇത് തമ്മിൽ മീറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ആരോ ഇങ്ങോട്ടിട്ടത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം മെഷർ ചെയ്യണം. ഈ AP ഇതെന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് സ്ലൈഡറാണ്, അത് മെഷർ ചെയ്യുക. നമ്മളിത് വരച്ചത് എങ്ങനെയായിരുന്നു? 147 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ 14.7 സെൻറ്റിമീറ്റർ ആയിട്ടും 19.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ 1.9 സെൻറ്റിമീറ്റർ ആയിട്ടും എടുത്താണ് ഇതൊക്കെ വരച്ചത്. ഇനി റിവേഴ്സ് സ്കെയിൽ ചെയ്യുക. റിവേഴ്സ് സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ നോക്കി, ഇപ്പം സ്ലൈഡർ ആണെങ്കിൽ ഇതാണ് സ്ലൈഡറിൻ്റെ ആക്സിലറേഷൻ. എന്ന് പറയുന്നത്. ഈ സ്ലൈഡറിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഇത് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 12.8 സംതിങ് സെൻറ്റിമീറ്റർ കിട്ടും. ഇതൊരു 12 സെൻറ്റിമീറ്ററിനോ വല്ലതും കിട്ടിയെന്നിരിക്കും. 12 സെൻറ്റിമീറ്റർ. അപ്പോൾ റിവേഴ്സ് സ്കെയിൽ ചെയ്യുക. എങ്ങനെ? നമ്മൾ 147നെ 14 റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ 12 സംതിങ് സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും സ്ലൈഡറിൻ്റെ ആക്സിലറേഷൻ? × 10 ചെയ്യുക.
അപ്പോൾ ഏകദേശം 128 m/s കിട്ടും. ഓക്കെ, ഇനി സിമിലർലി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ ആക്സലറേഷൻ എങ്ങനെ കിട്ടും? ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് ഇത് മെഷർ ചെയ്യുക, ATCP മെഷർ ചെയ്യുക. ഇത് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 9.8 cm വരും. ഇതൊരു 9.8 cm കിട്ടും. അപ്പോൾ റിവേഴ്സ് സ്കെയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ എത്രയായിരിക്കും? × 10 ചെയ്യുക, 98 m/s². സോ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആൽഫ × CP ആണ് ഇക്വേഷൻ. ആൽഫ × CP = 98 m/s² എന്ന് കിട്ടും. CPയുടെ ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ആംഗുലാർ ആക്സലറേഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് സ്റ്റെപ്പ്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ആക്സലറേഷൻ ഡയഗ്രത്തിൽ നിന്നും ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് മെഷർ ചെയ്യുക. അത് മെഷർ ചെയ്യുന്ന റിവേഴ്സ് സ്കെയിലൊക്കെ ചെയ്തിട്ടാകട്ടോ, ചുമ്മാ ഡയറക്റ്റ്ലി മെഷർ ചെയ്ത് ഇത്ര സെൻറ്റിമീറ്റർ നല്ല എഴുതുന്നത്. റിവേഴ്സ് സ്കെയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ 98 m/s² എന്ന് കിട്ടും. സോ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. A ടാൻജൻഷ്യൽ CP എന്ന് പറയുന്നത് ആൽഫ CP × CP ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 98 m/s². ആൽഫ CP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. CP ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 0.6. ഇതിൽ നിന്ന് ആൽഫ CP 163.34 radians/s² എന്ന് കിട്ടും. ഇനി നമ്മുടെ സ്ലൈഡറിൻ്റെ ആക്സിലറേഷൻ അത് ഡയറക്റ്റ്ലി അവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം 12.8 cm കിട്ടുന്നത്. × 10 ചെയ്യുമ്പോൾ 12.8 m/s² എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ആക്സിലറേഷൻ ഡയഗ്രാം വരയ്ക്കാനുള്ള പ്രൊസീജിയർ. ഈ 4-bar മെക്കാനിസം, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന് ഇത്രയും സ്ട്രെസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ 2 പ്രോബ്ലമേ ഉള്ളൂ. ആക്ച്വലി ഈ മൊഡ്യൂളിൽ വരാൻ സാധ്യതയുള്ള 2 പ്രോബ്ലമാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഈ മീൻസ് എക്സാക്ട്ലി സെയിം ഡയമെൻഷൻ ഒന്നും വരത്തില്ല, പക്ഷേ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും വരിക. ഇതിൻ്റെ അകത്ത് വരാവുന്ന ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. സോറി. ആക്സലറേഷന് നമ്മളിപ്പോൾ ആൽഫ തന്നിട്ടില്ലെങ്കിൽ ആ ഫസ്റ്റ് ലിങ്കിൻ്റെ മാത്രം ആൽഫ 0 ആണെന്ന് അസ്യൂം ചെയ്യണം. അതാണ് ഈ പ്രോബ്ലത്തിലെ ഒന്നാമത്തെ ടിപ്പ്. 2, സ്ലൈഡറിന് റേഡിയൽ കമ്പോണൻറ്റും ഇല്ല, ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇല്ല. സൈഡിങ് ഡയറക്ഷന് പാരലാണ് ആക്സലറേഷൻ. അത് രണ്ടാമത്തെ ടിപ്പ്. അതാണ് ഈ പ്രോബ്ലത്തിലെ പുതുമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ക്ലാസ്സേ ഉള്ളൂ. ഇന്നലത്തെ നോട്ട് വെക്കാത്തവർ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആക്സലറേഷൻ്റെ പ്രോബ്ലം ചെയ്ത് വെക്കണം. ഇതിൻ്റെ നോട്ട് അതുപോലെ തന്നെ ഈ 2 പ്രോബ്ലം ഒരുമിച്ച് തന്നെ ചെയ്ത് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഞാൻ അസൈൻമെൻറ്റ് കേട്ടോ, ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ. അസൈൻമെൻറ്റ് ഞാൻ ഒത്തിരി നീട്ടുന്നൊന്നുമില്ല, പക്ഷേ ആ ഒരു പ്രോബ്ലം വൃത്തിയായിട്ട് ചെയ്യണം. അസൈൻമെൻറ്റ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടോളാം. ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഈ രീതിയിൽ വേണം. ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രണ്ട് പേജ് ഉണ്ടായിരിക്കണം. അസൈൻമെൻറ്റ് 1 എന്ന് എഴുതണം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പറും ക്ലാസ് ബാച്ച് എല്ലാം എഴുതണം. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യണം. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ 3 ദിവസം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന അസൈൻമെൻറ്റുകൾ ഞാൻ മാർക്ക് നോക്കത്തില്ല. ഇതാണ് പ്രോബ്ലം. ഇതിൻ്റെ ആൻസറും കാര്യങ്ങളും എല്ലാ കൂട്ടത്തിൽ തന്നെയുണ്ട്. സിമിലർ പ്രോബ്ലമാണ്, പാടൊന്നുമില്ല. ഇപ്പം തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ആദ്യം ഞാൻ ചെയ്യിപ്പിച്ച 4-bar മെക്കാനിസത്തിൻ്റെ പ്രോബ്ലം ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇതൊരു പാടുമില്ല ചെയ്യാൻ. അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് കണ്ട് മനസ്സിലാക്കി ചെയ്യുക. ഇതിൻ്റെ ആൻസറും ഉണ്ട്. പക്ഷേ ഇത് ചുമ്മാ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ച് എഴുതാൻ പാടും, മനസ്സിലാക്കിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് ആ ടേബിൾ, ഇതാണ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കുറച്ച് പുതിയ ഇപ്പം നമ്മൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഈ PPT നോക്കി മനസ്സിലാക്കി ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, ഈ ഒരു ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. അത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് ഞാൻ പറയുന്ന രീതിയിൽ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക്സ്.